وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا صدق الله العلي العظيم. السلام عليكم. اللهم صل على محمد وعلى آل محمد. ഏറെ സ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് അബ്ദുറഹു, മാനേജ്മെൻറ്റ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. നാം ഇന്ന് കുട്ടികളുടെ ലോകത്താണുള്ളത്. നാം എല്ലാവരും കുട്ടിക്കാലത്തെ ഓർക്കാറുണ്ട്. വില്യം വേഴ്സ്വർത്ത് പറഞ്ഞതുപോലെ, ദി ചൈൽഡ് ഈസ് മെൻ ഓഫ് ദി ഫാദർ ഓഫ് ദി മെൻ. കുട്ടി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ ഫാദറാണ്. നമ്മെ നയിക്കേണ്ടുന്ന ഈ കുട്ടികളെ നമുക്ക് സംസ്കാരമുള്ളവരാക്കി മാറ്റുവാൻ സാധിക്കണം. ഈ കുട്ടികൾ ഇന്നുള്ളത് ഡിവൈസുകളുടെ ലോകത്താണ്. ഈ ഡിവൈസുകളുടെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ തുടക്കം തന്നെ വിശുദ്ധ ഖുർആനിലേക്ക് പഠിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അതിയായി കൊണ്ട് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടികളെ പൗരബോധമുള്ള മാനുഷിക മൂല്യങ്ങളുള്ള കുട്ടികളായി വളർത്തുന്ന കാര്യത്തിൽ നാം അടക്കമുള്ള എല്ലാ രക്ഷിതാക്കൾക്കും മുഖ്യമായ പങ്കുകളുണ്ട്. നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കേണ്ടുന്ന, സമൂഹത്തിൻ്റെ കുഴപ്പങ്ങളുടെ ചികിത്സിക്കേണ്ടുന്ന, സമൂഹത്തെ ഡിസൈൻ ചെയ്യേണ്ടുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി ഇവർ മാറേണ്ടതുണ്ട്. അതിനായി കൊണ്ട് രക്ഷിതാക്കൾ നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തം വലുതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും ഖുർആന്റെ മാർഗത്തിൽ ജീവിതാന്ത്യം വരെ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി അബ്ദുറഹൂഫ് സാഹിബാണ്. ഡോക്ടർ അബ്ദുറഹൂഫ് അഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. സലാലയിലെ ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ലെക്ചററാണ്. അദ്ദേഹം എത്തിച്ചേർന്നത് സന്തോഷമുണ്ട്. മീഡിയ വൺ മിഡിൽ ഈസ്റ്റിൻ്റെ മുഖ്യ രക്ഷാധികാരിയായ MCA നാസറിൻ്റെ സഹപാഠിയാണ് എന്നതുകൂടി നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അതിഥിയുമായി എത്തിച്ചേർന്നിട്ടുള്ള അൽ മദ്രസത്തുൽ ഇസ്ലാമിയയുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സിയാദ് സാഹിബ്, അൽ അഖ്മാർ ട്രേഡിംഗ് കമ്പനിയുടെ MD അൽ അമീൻ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്കൂളിലെ SMC മെമ്പർ മുസ്തഫ് ജമാൽ എന്നിവരെ ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം നൽകുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഷൗക്കത്ത് അലി മാസ്റ്റർ, ഐഡിയൽ എഡ്യൂക്കേഷൻ സെന്ററിന്റെ കൺവീനർ സലാഹുദ്ദീൻ സാഹിബ്, സെക്രട്ടറി സാഗർ അലി സാഹിബ്, മാനേജ്മെന്റ് അംഗങ്ങളായ സാദിഖ് സാഹിബ്, സമീർ സാഹിബ്, മറ്റ് ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സഹപ്രവർത്തകർ, എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഈ വേദിയിലേക്ക്, പരിപാടിയിലേക്ക് സ്വാഗതം നൽകിക്കൊണ്ട് എൻ്റെ ഈ വലിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir, for the warm welcome. Assalamu alaikum. Alhamdulillah rabbil alamin. Wassalatu wassalamu ala rasulihil kareem wa man tabi'ahu bi ihsan ila yawmiddin. ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ അബ്ദുറഹൂഫ്, ഗസ്റ്റ് ഓഫ് ഓണർ മുഹമ്മദ് സിയാദ് സാഹിബ്, നമ്മുടെ പ്രിൻസിപ്പൽ VS ഷമീർ സാഹിബ്,
നമ്മുടെ വിദ്യാഭ്യാസ വിംഗ് കൺവീനർ സലാഹുദ്ദീൻ സാഹിബ്, വിങ്ങിലെ മറ്റ് അംഗങ്ങൾ, IMI ലീഡേഴ്സ്, എത്തിച്ചേർന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, പാരൻസ്, വിദ്യാർത്ഥിനികൾ എല്ലാവരെയും IMIയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഹെവൻസിന്റെ 10ാം വാർഷിക വേളയിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് നിലകൊള്ളുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സന്തോഷം എന്നതിനേക്കാൾ ഏറെ 10 വർഷം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഉദവി നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വലിയ നന്ദിയുണ്ട്. അൽഹംദുലില്ലാഹ്. സലാലയിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുന്നു. വീണ്ടും വീണ്ടും അല്ലാഹുവിനെ നാം സ്തുതിക്കേണ്ടതുണ്ട്. 10 വർഷം പൂർത്തിയാകുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ വിജയത്തിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാരന്റ് കമ്മ്യൂണിറ്റി തന്നെയാണ്. ഏറെ സന്തോഷം നൽകുന്നത് സലാലയിലെ ഒരു കുടുംബം അവരുടെ മുഴുവൻ മക്കളെയും വിദ്യാഭ്യാസത്തിന്റെ പ്രാരംഭത്തിന് വേണ്ടി ചേർത്തിയത് ഈ ഹെവൻസിലായിരുന്നു. അതുപോലെ ഹെവൻസുമായി ബന്ധപ്പെട്ട എല്ലാ രക്ഷിതാക്കളും കലവറയില്ലാതെ പിന്തുണ നൽകി പോന്നിട്ടുണ്ട്. IMIയുടെ വിദ്യാഭ്യാസ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വ്യക്തിത്വങ്ങൾ, നേതാക്കന്മാർ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗ പരിശ്രമങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ നമ്മുടെ പ്രിൻസിപ്പൽ VH ഷമീർ സാഹിബിനെ ഓർക്കുകയാണ്. അതുപോലെ മുൻ പ്രിൻസിപ്പൽ ഷജീർ ഹസൻ സാഹിബിനെയും നന്ദിയോടെ ഓർക്കുകയാണ്. സ്ഥാപനത്തിന്റെ കൂടെ നിന്ന ഒരുപാട് സംരംഭകരുണ്ട്, സഹായികളുണ്ട്, ബിസിനസ് സൊസൈറ്റി ഉണ്ട്. അവർക്കൊക്കെ IMIയുടെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാനിരിക്കുന്ന കൊച്ചു കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ അഡ്വാൻസായി അഭിനന്ദനങ്ങൾ, എല്ലാവിധ പ്രാർത്ഥനകളും. ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ മാതൃക, നമ്മുടെ പ്രചോദനം, നമ്മുടെ വെളിച്ചം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി, വളരെ വ്യക്തമായി കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയ മേന്മ, ഏറ്റവും വലിയ മഹത്വം. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു. രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വവും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശകലനം ചെയ്ത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാമിക വിദ്യാഭ്യാസ കാഴ്ചപ്പാടും ഭൗതിക വിദ്യാഭ്യാസ കാഴ്ചപ്പാടും അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ഇസ്ലാമിക വിദ്യാഭ്യാസം കേവല വിജ്ഞാനം നൽകൽ, എഡ്യൂക്കേഷൻ, താലീം മാത്രമല്ല. താലീമിന്റെ കൂടെ തർബിയയും കൂടെ ചേർക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. നാം വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം കുട്ടികളെ നാം ശിക്ഷണം കൂടെ നൽകി വളർത്തിയെടുക്കണം. ആ ശിക്ഷണത്തിന്റെ അടിത്തറ വിശുദ്ധ ഖുർആനായിരിക്കണം. ആ ശിക്ഷണത്തിന്റെ അടിത്തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരിക്കണം. ആ ശിക്ഷണത്തിന്റെ അടിത്തറ പരലോകബോധമായിരിക്കണം, അല്ലാഹുവിലുള്ള വിശ്വാസമായിരിക്കണം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമായിരിക്കണം. ഇങ്ങനെ അത്തർബിയ വത്തഅലീം രണ്ടും കൂടെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ കേരളത്തില് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ കേരള വിഭാഗം ഒരുപാട് വർഷങ്ങളായി ഊന്നൽ നൽകി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം വിദ്യാഭ്യാസപരമായ ദൗത്യമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തില് ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ അൽ ജാമിഅത്തുൽ ഇസ്ലാമിയ പോലെയുള്ള ഒരു യൂണിവേഴ്സിറ്റി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പൂർണ്ണ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ തരത്തിലുള്ളതാണ് ഹെവൻ സംരംഭം. അതിന്റെ ഇടയിൽ ധാരാളം മദ്രസകൾ, ധാരാളം മതകലാലയങ്ങൾ ഒക്കെ ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം നാം വികസിപ്പിച്ചെടുത്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്.
ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സംഭാവനയായിരുന്നു മത ഭൗതിക വിദ്യാഭ്യാസ പദ്ധതിയെ സമന്വയിപ്പിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 1980-ലും 90-ലുമൊക്കെ ദീനുൽ ഇസ്ലാമും മുസ്ലിം സമൂഹവും ഒക്കെ വളരെ നിശിതമായി ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, നിരീശ്വരവാദികളും നിർമ്മതരുമൊക്കെ ഇസ്ലാമിനെ കടന്നാക്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള ശേഷി കൈരളിക്ക് നൽകിയത് ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ച പണ്ഡിതന്മാരായിരുന്നു. ഈ ഉമ്മയെ പ്രതിരോധിക്കുന്നതിൽ, ഇസ്ലാമിക ശരീഅത്തിന്റെ മഹത്വം സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്നതിൽ ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് പ്രതിയോഗികളെ നേരിട്ടത് ഈ സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങളായിരുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. നാം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവസാനം ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്ന, പ്രാപ്തി നൽകുന്ന, ഉമ്മത്തിന് ഇസ്സത്ത് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് ആവശ്യമാണ്. അത്തരം വിദ്യാഭ്യാസ പദ്ധതിയിൽ വളരെ പ്രധാനപ്പെട്ട മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ഹെവൻസ്. നമ്മുടെ ഹെവൻസ് 10 വർഷം പൂർത്തിയാക്കുകയാണ്. ഹെവൻസിൽ 3 വർഷം പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥി വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യും. ഖുർആനിലെ അവസാന ജുസ് മനഃപ്പാഠമാക്കും. ദൈനംദിന ജീവിതത്തിലെ ദുആ ദിക്റുകൾ കൃത്യമായി ഉരുവിട്ടുകൊണ്ടിരിക്കും, ചൊല്ലിക്കൊണ്ടിരിക്കും. ഇത് കേവലം മനഃപ്പാഠമല്ല, കൊച്ചു ഹൃദയങ്ങളിൽ നാം ദീനിന്റെ അടിത്തറ കെട്ടിപ്പടുക്കുകയാണ്. ഈ ദീനിന്റെ അടിത്തറ മനസ്സിലേറുന്ന സമൂഹം, ഉമ്മത്ത് മുന്നോട്ട് വളരുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും ഇസ്സത്തോടുകൂടി അതിജീവിക്കുവാൻ അവർക്ക് സാധ്യമാകും. IMI സലാലയിൽ ഹെവൻസിനോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഒരു മദ്രസ കൂടെ നടത്തി വരുന്നുണ്ട്. 8ാം ക്ലാസ് വരെ കുട്ടികൾ അതിൽ പഠിക്കുന്നു. ആ കുട്ടികൾക്കും വളരെ ഉൾക്കാഴ്ചയോടുകൂടി ദീനുൽ ഇസ്ലാം ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും സാധ്യമാകുന്നു. അതുപോലെ അൽനൂർ തഹ്ഫീദുൽ ഖുർആൻ സ്ഥാപനവും വളരെ മഹത്വരമായ ദൗത്യമാണ് ഈ സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളോട് വളരെ വിനയപൂർവ്വം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വലിയ ദൗത്യം നിർവഹിക്കുവാനുണ്ട്. ആ ദൗത്യം നമ്മുടെ കുട്ടികൾക്ക് ഉപജീവനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് അവരുടെ സ്വർഗം ഉറപ്പിക്കുന്ന വിദ്യാഭ്യാസം കൂടെ നാം അവർക്ക് നൽകേണ്ടതുണ്ട്. നമുക്ക് ദീനിനെതിരെ ഒരുപാട് വെല്ലുവിളികൾ ഉയർന്നു വരുന്നുണ്ട്. നിരീശ്വരത്വവും നിർമ്മത വിശ്വാസവും ഹദീസ് നിഷേധവും ഒക്കെ അതിന്റെ ഭാഗമാണ്. ആ മുഴുവൻ വെല്ലുവിളികളെയും അതിജീവിക്കാൻ സാധ്യമാകുന്ന ഈമാനിക കരുത്തുള്ള ഒരു തലമുറയെ നാം ഒരുമിച്ച് ചേർന്ന് നിന്ന് വാർത്തെടുക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാപനമാണ്, ഒരു കേന്ദ്രമാണ് നമ്മുടെ ഹെവൻസ്, നമ്മുടെ മദ്രസ, നമ്മുടെ തഹ്ഫീദുൽ ഖുർആൻ എന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധ്യമാകേണ്ടതുണ്ട്. ഈ ഹെവൻസ് നമുക്ക് വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ രക്ഷിതാക്കളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഹെവൻസ് വിദ്യാർത്ഥികളുടെ പ്രകടനം നാം ഇവിടെ കാണുന്നുണ്ട്. നാം കാണുന്ന ആ അക്കാദമിക് മികവ്, ആ കുട്ടികളുടെ കഴിവ്, അവരുടെ വീര്യം നാം സമൂഹത്തിൽ പ്രചരിപ്പിക്കണം. ഒരുപക്ഷെ എല്ലാ സഹോദരങ്ങളും ഇവിടെ വന്ന് ഈ പരിപാടി കാണുന്നില്ല. മനുഷ്യർ തിരക്കുള്ളവരാണ്. നാം കാണുന്നവര് ഹെവൻസിന്റെ നിലവാരം പ്രചരിപ്പിച്ചുകൊണ്ട് കൂടുതൽ വൈകല്യത്തിലേക്ക്, വളർച്ചയിലേക്ക് ഈ സ്ഥാപനത്തെ ഉയർത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത് ദീർഘമായി സംസാരിക്കേണ്ടുന്ന ഒരു അവസരമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ദീനിന്റെ മാർഗത്തിലാണ്, ദീനിന്റെ സമന്വയത്തിനാണ്, ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന മേഖലയിലൊക്കെ എല്ലാവരും ഈ സംരംഭങ്ങളോട് വിശാലമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗത്തിൽ പരിശ്രമിച്ചവർക്കൊക്കെ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഇസ്ലാമിക പൗരന്മാരായി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമുക്ക് രക്ഷിതാക്കൾക്ക് ഇഹലോകത്തും പരലോകത്തും പ്രയോജനപ്പെടുന്ന നല്ല സന്താനങ്ങളെ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. University of Technology and Applied Science, I request Mr. Shamil Beers, Principal, Heaven's Free School, Salalah, to accompany our distinguished guest onto the dais. I now humbly invite our next guest of honor, Mr. Muhammad Siar, PTA President, Al-Madrasatul Islamiyah, over to the podium. Along with, I invite Mr. Alami Nuruddin, Managing Director, Al-Akbar Trading Company, to grace the dais. And I invite the social worker, Mr. Nasser Peringatho, to the dais. And I now request Mr. Musab Jamal, SMC member, Indian School Salalah, along with Mr. Salahuddin K, convener, Ideal Education Center, and Mr. Muhammad Sadiq, member, Ideal Education Center, to kindly join us on the dais.
I request Mr. Sagar Ali, Secretary, Ideal Education Center, and Mr. Samir KJ, Member, Ideal Education Center, to please grace the dais. Next, we look forward to the gracious presence of Mrs. Basna Anas, President, Ladies Wing, IMI Salala, and Mrs. Regina Salahuddin, Vice Principal of Heavens Preschool Salala, to please grace the dais with your esteemed presence. Today, we are privileged to have with us an eminent personality, Dr. Abdul Rauf Ahmad Ismail, Lecturer, Department of Mass Communication, University of Technology and Applied Science, a renowned academician with a vision whose dedication to education and excellence has made a lasting impact in the academic community. He is a native of Farooq College in Calicut, son of late Dr. Ahmad Ismail Labba, retired lecturer, Calicut University. Prior to coming Oman, he worked as a program producer in Educational Media Research Center, Calicut University. Since 2009, working as a lecturer in different campuses of the University of Technology and Applied Sciences in Oman. May I now request our honorable guest of the day, Dr. Abdul Rauf Ahmad Ismail, to address the gathering and to graciously inaugurate the ceremony. Sir, please. Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala rasulillah. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, ഹെവൻസിൻ്റെ ഭാരവാഹികളെ, അധ്യാപകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഭൗതികവും ഖുർആനികവുമായ വിജ്ഞാനീയങ്ങൾ പുറത്തിറക്കിക്കൊണ്ടുള്ള പാഠ്യപദ്ധതിയായ ഹെവൻസ് സലാലയിൽ അതിൻ്റെ 10ാമത്തെ വർഷം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ അവസരം എനിക്ക് നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ 10ാമത്തെ വാർഷികം നമ്മുടെ ഇളം തലമുറയ്ക്ക് ആത്മീയവും ഭൗതികവുമായ വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന ഈ സംരംഭം 10 വർഷം പിന്നിടുക എന്നുള്ളത് വളരെ നമ്മുടെ ഷഫീഖ് സാഹിബ് സൂചിപ്പിച്ച പോലെ വളരെ ശ്രമകരമായ ജോലി തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്ക് ഈ സംരംഭം വികസിക്കുവാനും ഇതിൻ്റെ ദൗത്യം പൂർവാധികം മേന്മയോടെ നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. വാഫർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Thank you, sir, for gracing this occasion with your encouraging words. We are truly grateful for your presence and guidance on this special occasion. With heart full of pride and joy, we invite our outgoing batch of Sky 3 onto the stage. Let's put our hands together and welcome our shining stars. MashaAllah, they have all completed the recitation of the Holy Quran. May Allah bless them with more knowledge and success. Let us all rise up and witness the spectacular moment of welcoming our stars of the day, our tiny tots, our budding graduates of Heaven's Preschool Salala. These are our little guests for the day. Daughter of Mr. Naufal and Mrs. Munsina, who has completed the recitation of the Holy Quran 5 times. I request the parents of Sheha, Mr. Naufal, Mrs. Munsina, please come forward to grace this occasion. Parents of Mehak Sheha, Mr. Naufal and Mrs. Munsina, please come forward to grace this occasion. Let us put our hands together for this wonderful achievement of our shining star, Mehak Sheha and her parents. May Allah continue to bless you in this life and hereafter.
MashaAllah, she has completed the Quran recitation 5 times. And next we would like to invite Alisha Abdullah, daughter of Mr. Abdullah Muhammad and Mrs. Sajna. I request the parents to accompany the child Alisha Abdullah. She has completed the Quran recitation 3 times. MashaAllah. Next, Fatima Zahra TP, daughter of Mr. Shihabuddin and Mrs. Yusaira. I request the parents to accompany her, Mr. Shihabuddin and Mrs. Yusaira. MashaAllah, Fatima Zahra TP has completed Quran recitation 2 times. Now I invite Aira Mariam, daughter of Mr. Faisal Nalagata and Mrs. Rabia. I request the parents to accompany her. MashaAllah, she has completed the Quran recitation 2 times. Next on stage, we have something exclusively special. We have not 1, not 2, but MashaAllah, 3 beautiful girls, Farah, Faira and Kamara. I invite you to stage together our signing triplets, daughters of Mr. Fahad Salam and Mrs. Salma. All 3 of them have completed the recitation of the Holy Quran 2 times each. Thank Allah for witnessing this spectacular moment of the triplets graduating from Heaven's Preschool. MashaAllah, may Allah continue to bless your journey here and hereafter as well. Thank you, sir. Thank you, sir. Thank you so much. Let's all give a big round of applause to the parents and the 3 triplets. Thank you, sir. Now I would request Mr. Mohammed Siyar to please hand over the certificates to our graduates. Next on stage we have Rosa Mehek, daughter of Mr. Abdul Ghafoor and Mrs. Tasrina, who has completed the recitation of the Holy Quran 2 times. Let's all give a big round of applause to Rosa Mehek and her parents for beautifully completing the recitation of the Holy Quran 2 times. We have Rosa's grandfather also on stage, Mr. Abutika. What a wonderful moment to cherish for the family. Let's all give a big round of applause to the family. We have generations and generations on the stage. Next on stage, we have Faizan Adam, son of Dr. Saeed Muhammad Nabil and Mrs. Simi Wahid, who has completed the recitation of the Holy Quran 5 times. Let's all give a big round of applause to Faizan Adam and his parents.
Muhammad Riaz and Mrs. Shabna Jasmine, who has completed the recitation of the Holy Quran. Please give a big round of applause to Shehzad Riaz and her parents. Welcoming Naiza Mariam, daughter of Ajman KP and Mrs. Tasni Sultana, who has completed 2 Khatm al-Quran. Audience, let's all give a big round of applause to Naiza Mariam and her parents for completing the recitation of the Holy Quran 2 times. Next on stage we have Mariam Zahir, daughter of Mr. Zahir Muhammad and Mrs. Arshida Ashraf, who has again completed the recitation of the Holy Quran 2 times. A big round of applause to Mariam Zahir and her family for achieving this great achievement. May Allah bless you and your family in this life and hereafter. കുട്ടി Warm welcome to Adam Faisal, son of Mr. Faisal and Mrs. Jasmine, who has completed the recitation of the Holy Quran. Please put a big round of applause to Adam Faisal and his family. Next on stage we have Aideen Adam Nizam, son of Mr. Nizam and Mrs. Sindhu Paul, who has again completed the recitation of the Holy Quran twice. Warm welcome to Aideen Adam Nizam and his parents, who has completed the recitation of the Holy Quran 2 times. A big round of applause from the audience. Thank you, sir, for gracing the occasion. Now I invite our guest, Mr. Alamin Nuruddin to give away the mementos to the next group of graduates. And I call upon Aman Lutfi, son of Mr. Muhammad Anas and Mrs. Faiza, to receive the memento on completing the Holy Quran recitation. ക്യാമറ ഇവിടെ ക്യാമറ Next, I invite Arwa Afsar, daughter of Mr. Afsar Ahmad and Mrs. Fahmida Hanan. I request Mr. Afsar Ahmad and Mrs. Fahmida Hanan to accompany Arwa Afsar. MashaAllah, she has completed the Holy Quran recitation. Next, I would like to invite Ahmad Zamir, son of Mr. Abu Bakr Ahmad and Mrs. Fairuza. Let's welcome Ahmad Zamir, son of Mr. Abu Bakr Ahmad and Mrs. Fairuza. Ahmad Zamir has completed the Holy Quran recitation. MashaAllah.
Next, I kindly invite Riza Salahuddin, daughter of Mr. Salahuddin Hashim and Mrs. Aisha Sahla. She has completed the recitation of Holy Quran. MashaAllah. Thank you, sir. Now I request Mr. Nasir Peringatur to please hand over the memento and the certificates to our graduates. Next on stage we have Ayan Abdullah, son of Mr. Afzal MM and Mrs. Asna, who has beautifully completed the recitation of the Holy Quran. Congratulations to Ayan Abdullah and his parents. ഓ റെഡിയായ 40 മിനിറ്റ് ഇല്ല പ്രോഗ്രാംസ് മാത്രം നോക്കാം. Next on stage we have Ahmed Haizam, son of Mr. Iha Khan and Mrs. Shabira, who has beautifully again completed the recitation of the Holy Quran. Warm welcome to Ahmed Haizam along with his parents. A big round of applause from the audience. We are witnessing a beautiful and a spectacular moment in Sanara. We have Ahmed Haizam's whole family gracing his convocation ceremony. What a beautiful moment which we are witnessing here, mashallah. Next on stage we have Maryam bint Jabir, daughter of Mr. Jabir Jalaluddin and Mrs. Aisha Sharfuddin, who has again completed the recitation of the Holy Quran. Warm welcome to Maryam bint Jabir and her parents. ഇവിടെ പോകണം. Thank you, sir. Now I humbly invite Shaukat Ali Master to hand over the mementos to the next group of graduates. I invite Muhammad Humaid, son of Mr. Jalil Mohideen Muhammad and Mrs. Maryam Afia. MashaAllah, Muhammad Humaid has completed the Quran recitation. Now I call upon stage Arwa Fatih, daughter of Dr. Muhammad Khan and Dr. Tasneem Ashraf. She has completed the Holy Quran recitation. MashaAllah, give a big round of applause. Next, I call upon the stage Aidin Shah, son of Mr. Arshad Shah and Mrs. Anina Mubin. He has completed the Holy Quran recitation. Aidin Shah. Please give a big round of applause, yes. Thank you, sir. Now I would request Mr. Musab Jamal to please give away the mementos to our graduates. Next on stage we have Ishan Siraj, son of Mr. Siraj and Mrs. Femina, who has completed the recitation of the Holy Quran. Warm welcome to Ishan Siraj and his family.
Next on stage we have Hani Ibn Ziyad, son of Mr. Ziyad and Mrs. Salihah Bibi, who has completed the recitation of the Holy Quran. Warm welcome to Hani Ibn Ziyad and his family. Next on stage we have Hawa Maryam, daughter of Mr. Sufar and Mrs. Muhsina Munir, who has again completed the recitation of the Holy Quran. Warm welcome to Hawa Maryam and her family. With this, we have come to the end of the handing over of certificates to our graduates. Next on stage, we have a photo session with all the dignitaries and our graduates. Mashallah, what a proud moment for all the parents and teachers. Let us capture this beautiful moment. We now call upon a family who has been part of our Heavens Preschool Salalah journey right from the beginning, all these 10 years. They have been part of these 10 beautiful years of trust, support and togetherness. ഹെവൻസിന്റെ ഒരു പതിറ്റാണ്ട് നീണ്ട പ്രയാണത്തിൽ തുടക്കം മുതൽ ഇന്നോളം ഹെവൻസിനോടൊപ്പം സഞ്ചരിച്ച കുടുംബമാണ് അബൂബക്കർ ഫൈറൂസ ദമ്പതികളും അവരുടെ 4 മക്കളും. ഹെവൻസിന്റെ ചരിത്രത്തിൽ തന്നെ ഈ അസുലഭ നിമിഷത്തിന് നിമിത്തമായ ഈ കുടുംബത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയ്ക്കും സഹകരണത്തിലും അവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. Let's give a warm welcome to the family of Mr. Abu Bakr and Mrs. Fairuza along with her 4 children who were and who are being our Heavens graduates. May we request our chief guest Dr. Abdul Rahman Ahmed Ismail to kindly present the token of love and appreciation from Heavens Preschool Salalah to the family for being a part of a decade's journey. A big round of applause to this family. There we have on stage Mr. Abu Bakr, Mrs. Fairuza and their 4 children who have been our Heavens graduates right from the beginning for all these 10 years. What a proud moment, mashallah. May Allah bless this family with all His choicest blessings in this life and hereafter. Thank you so much to all the dignitaries on the stage for gracing the convocation ceremony with your esteemed presence. And I now humbly request all the guests, please be seated and enjoy our upcoming programs. Assalamu alaikum. Respected principal, teachers, parents and all my dear friends. I am Fazra, student of Sky Tree, and I feel proud to deliver the vote of thanks on behalf of all the students. Thank you Almighty Allah. Without His mercy and guidance, this day would not have been possible. I am truly honored to express my gratitude to everyone who made this convocation unforgettable. We are deeply thankful to our beloved principal and respected teachers who support guidance and encouragement. Help us in this wonderful event. During this academic year, I learned daily duas, learned how to perform namas, and also I completed Catholic and 2 times. Apart from this, I learned all other core subjects to our
have Mehek Sheha on stage, and we request anyone from the audience to please point out a page. Mashallah, Farah. Now I request Aideen Adam Nizam to be on the dais. പാരായണം ചെയ്തത് സൂറത്തുൽ ഖാഫിറായിരുന്നു ഭംഗിയായി ഓതിയിട്ടുണ്ട്. I request Mr. Al-Amin Nuruddin to please point out a page to Aideen Adam Nizam. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون صدق الله العظيم. Mashallah, Aideen Adam Nizam. Next we have Naiza Mariam on stage. I would request Mr. Al-Amin Nuruddin to please point out a page to Naiza Mariam. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون صدق الله العلي العظيم. Mashallah, Naiza Mariam, beautifully recited. Thank you, Mr. Al-Amin Nuruddin. Next we have on stage Mariam Zahir. I would request Mr. Mansoor Velam to point out a page in the Holy Quran so that she can recite it for us. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما بين
please point out a page for Shahzariyas. Mashallah Shahzariyas, may Allah bless all your family in this world and hereafter. With this we come to the end of Quran recitation program. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا السماء انفطرت وإذا الكواكب انتصرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين وما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. السلام عليكم. Mashallah, may Allah bless your family in this world and hereafter. Islamic education is a fundamental aspect of a Muslim child and instilling in them a strong connection to their faith. While the schools do play an important role in the process, Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah Rabbil Alameen. Wassalatu wassalamu ala ashrafil muslimin. Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li sadri yassir li amri wahlul 'uqdatan min lisani yafqahu qawli. പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ വിദ്യാഭ്യാസം. തെറ്റുകളിലേക്കും തിന്മകളിലേക്കും വീണു പോകാൻ ഒരുപാട് അവസരങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ കൃത്യമായ ആത്മീയ വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. ഖിയാമത്തിന്റെ പല ലക്ഷണങ്ങളും പുലർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉറച്ച ഈമാൻ കൈവരുവാനും അത് നിലനിർത്തുവാനും അള്ളാഹുവിലേക്ക് അടുത്തുവാനും ദീനി വിദ്യാഭ്യാസം കൂടിയേ തീരും. മോനെ സ്കൂളിൽ ചേർക്കുന്ന സമയമായപ്പോൾ നമുക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു, എവിടെ ചേർക്കുമെന്നുള്ളത്. ഭൗതികമായ അറിവിനോടൊപ്പം തന്നെ ദീനിയായ അറിവ് കിട്ടണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അതിനായുള്ള അന്വേഷണത്തിനിടയിലാണ് ഹെവൻസ് പ്രീ സ്കൂളിനെ കുറിച്ച് അറിയാനിട വന്നത്. ഇവിടെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ദീനിയായ വിദ്യാഭ്യാസവും
ദുആകളും ദിക്റുകളും കുട്ടികൾ പഠിക്കുമെന്നും ഖുർആൻ മിനിമം ഒരു ഖത്മെങ്കിലും ഓതി തീർക്കുമെന്നും ഒപ്പം തന്നെ അവസാന ഹിഫ്ള് പഠിക്കുമെന്നും കേട്ടപ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നിയത്. അതിലേറെ സന്തോഷം. നമ്മൾ കുട്ടിയെ സ്കൂളിൽ ചേർത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് ലഭിച്ചത്. ഇവിടെ ഒരു സ്കൂൾ എന്നതിനേക്കാളും ഉപരി ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. നമ്മുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്ന മറ്റൊരു വീട്ടിലേക്ക് കുഞ്ഞിനെ കടന്നു വിടുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടായിട്ടുള്ളത്. അതിന് പ്രത്യേകം നന്ദി എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പലിനോടും ഒപ്പം തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനോടുമാണ്. കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി കെയർ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെയുള്ള ഓരോ അധ്യാപകരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. Especially, I would like to express my sincere gratitude towards Nisha teacher and Alpha teacher who have guided our child on his entire school journey from Sky 1 to Sky 3 in this wonderful institution. സത്യം പറഞ്ഞാൽ ദ്വാകളും ദിക്റുകളും ഒക്കെ ഇപ്പം നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിനോടൊപ്പം തന്നെ വിവിധ തരം ആക്ടിവിറ്റീസ് നമ്മുടെ സ്കൂളുകളുണ്ട്. കുട്ടികളെല്ലാം ആവേശത്തോടുകൂടി അതിൽ പങ്കെടുക്കുന്നുമുണ്ട്. അത് മാത്രമല്ല, ഖുർആൻ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഓതാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടാകാൻ സഹായിച്ച ഇവിടെയുള്ള ഓരോ ടീച്ചേഴ്സിനോടും പ്രത്യേകം നന്ദി എടുത്ത് പറയുന്നു. ഒരു ഖത്മെങ്കിലും ഓതുമോ ഇല്ലയോ എന്ന് നമ്മൾ സംശയിച്ചിരുന്ന സ്ഥാനത്ത് മോന് 5 ഖത്തം അൽഹംദുലില്ലാ അത് കേൾക്കാൻ സാധിച്ചു. അതിന് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യുന്നു. അതിനുള്ള എഫർട്ട് എടുത്ത ഓരോ ടീച്ചേഴ്സിനും അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് മാത്രവുമല്ല, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അധികം എഫർട്ട് കൊടുക്കേണ്ട വന്നിട്ടില്ല. അതിൻ്റെ മെജോറിറ്റി ഇനിഷ്യേറ്റീവും ടീച്ചേഴ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു എക്സാമിൻ്റെ ടെൻഷനോ ഹോംവർക്സിൻ്റെ ടെൻഷനോ ഇതൊന്നും നമുക്ക് അധികം വേറെ ചെയ്യേണ്ട വന്നിട്ടില്ല. ടീച്ചേഴ്സ് തന്നെയാണ് അതിനായിട്ട് മെയിനായിട്ട് മുൻകൈ എടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ക്ലാസ് കഴിഞ്ഞ് വിടുമ്പോൾ ഓരോ കുട്ടിയേക്കും കൈ പിടിച്ച് ഇവിടുത്തെ പ്രിൻസിപ്പൽ സലാം കൊടുക്കാറുണ്ട്. അത് നമുക്ക് വളരെ ടച്ചിങ് ആയിട്ടും വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മുടെ രണ്ടാമത്തെ മകനെ എവിടെ ചേർക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇൻഷാ അല്ലാഹ് ഹെവൻസ് തന്നെ ആയിരിക്കും. മാത്രവുമല്ല, ഏതൊരു രക്ഷിതാവിനും നമ്മുടെ സ്കൂൾ റെക്കമെൻഡ് ചെയ്തു അവർക്ക് രണ്ടാമത് ചിന്തിക്കേണ്ട വരികയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഈ സ്കൂള് റെക്കമെൻഡ് ചെയ്തു തന്ന ശ്രീ അബൂബക്കർ അഹമ്മദ് എന്ന് ഞങ്ങൾ അബൂബക്കറിനെ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന അബൂബക്കർ അഹമ്മദിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഭൗതികമായ വിദ്യാഭ്യാസവും ദീനിയായ ഇൽമിന്റെ അടിത്തറ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വിദ്യാലയത്തിൽ നിന്ന് അത് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ബർക്കത്തും റഹ്മത്തും ഐശ്വര്യവും അനുഗ്രഹം ചൊരിഞ്ഞു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് എനിക്കിവിടെ. സത്യം പറഞ്ഞാൽ ഹെവൻ സ്കൂളുമായിട്ട് എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷനാണ് ഉള്ളത്. അതെന്താ കാരണം പറഞ്ഞാൽ ഈ ഹെവൻസ് സലാലയിൽ തുടങ്ങുന്ന ആദ്യത്തെ ബാച്ചിൽ തന്നെയാണ് ഞാൻ എൻ്റെ മോനെ ഇവിടെ ചേർത്തുന്നത്. മോനെ ചേർത്തുന്ന സമയത്ത് ഈ ഹെവൻസിൻ്റെ സിലബസ് കേട്ടപ്പോൾ ഏതൊരു രക്ഷിതാവിനുള്ളത് പോലെ തന്നെ എനിക്കും ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സിലബസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ചെറിയ മക്കൾക്ക് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. 3 വയസ്സിൽ ചേർത്തി ഒരു 3 വർഷം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ഒരു ജുസ് മനഃപ്പാഠമാക്കുകയും മറ്റു ദുആകളും അതിൻ്റെ കൂടെ എല്ലാ സബ്ജക്ട്സും ഇതെല്ലാം ഉൾപ്പെടുത്തി പഠിപ്പിച്ച് 1ാം ക്ലാസ്സിലേക്ക് അവരെ മാറ്റി ചേർക്കാൻ പ്രാപ്തരാക്കുക എന്നൊരു ഉറപ്പായിരുന്നു ഹെവൻസ് നമുക്കത് തന്നിരുന്നത്.
ഇപ്പോൾ ഒരുപാട് ബാച്ചുകൾ ഇറങ്ങിയോണ്ട് നമ്മൾ പേരൻസിന് അറിയാം ഇതെല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ആദ്യം എൻ്റെ ആ ഫസ്റ്റ് ബാച്ചിൽ എൻ്റെ മോനെ ചേർത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ ആശങ്കയുള്ളൂ ഇത് സാധിക്കുമോ എന്നുള്ളത്. പക്ഷെ അൽഹംദുലില്ലാ ഇവൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അത് വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമായിരുന്നു. അതേപോലെ തന്നെ ഒരു ഖത്തം ഓതി തീർത്തു ഈ 3 വർഷത്തിനുള്ളിൽ. നമ്മളൊക്കെ എന്താ ഖത്തം ഓതി തീർത്തത് നമുക്കറിയാലോ. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ ഇവരിത് ഓതി തീർത്ത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് പറയാൻ അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മറ്റേ മക്കളെയും ഇവിടെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ എനിക്കതിന് സാധിച്ചു. എൻ്റെ 2ാമത്തെയും 3ാമത്തെയും മകളും ഇപ്പം 4ാമത്തെ മകനും ഇവിടുന്ന് പഠിച്ചിറങ്ങി. അതുമാത്രമല്ല ഇത് ഈ ഹെവൻസ് തെളിയിച്ചു, സ്കൂള് തെളിയിച്ചു. അതായത് ഈ കുരുന്നു മക്കൾക്ക് ഈ 3 വർഷത്തിനുള്ളിൽ അത് സാധിക്കുമെന്നുള്ളത് അവർ തെളിയിക്കുക ചെയ്തത്. അത് ഒരു നിസ്സാര കാര്യമല്ല. പിന്നെ എനിക്കിവിടെ പറയാനുള്ളത് നമ്മളെ ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ടീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു വാക്കുകളോട് പറഞ്ഞതിനെ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഹെവൻസിലത്തെ മദേഴ്സിനെ എല്ലാവർക്കും അറിയാം. നമ്മളെ ടീച്ചേഴ്സും കുട്ടികളും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണെന്നുള്ളത്. വളരെ ഡെഡിക്കേഷനോടുകൂടി നമ്മളെ കുട്ടികളെ ഓരോ പോരായ്മകളും കണ്ടെത്തി അത് തിരിച്ചറിഞ്ഞ് അത് കറക്റ്റ് ചെയ്തു അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെടുത്ത ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഹാർഡ് വർക്ക് അത് വാക്കുകളോടെ പറഞ്ഞ് നമുക്ക് ഒതുക്കാൻ കഴിയുന്നതല്ല. അതിനൊരു ടീച്ചേഴ്സിന് വലിയൊരു കൈയടി എല്ലാവരും കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും എഫേർട്ട് ഇട്ട് നമ്മളെ ടീച്ചേഴ്സ് നമ്മളെ കുടുംബ മക്കളെ ഈ ഒരു നിലയിൽ എത്തിച്ചേർന്ന് സർവശക്തൻ തക്കതായ പ്രതിഫലം നൽകി അവർ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ 10 വർഷം പിന്നിടുന്ന നമ്മളെ ഹെവൻ സ്കൂളിന് ഇനിയും മുന്നോട്ട് ഒരുപാട് വളർച്ചകൾ ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൂടാതെ ഇപ്പോൾ കോൺവെക്കേഷൻ കഴിഞ്ഞിറങ്ങിയ എല്ലാ കുടുംബ മക്കൾക്കും നല്ല നന്മയും ആശംസകളും നേർന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. Respected dignitaries, dear parents, colleagues, and when not present here, Assalamu alaikum warahmatullahi wabarakatuh. It's truly proud and wonderful even you are not present here. As a mentor, I feel very extremely happy because all our children are graduated. At the same time, my heart feels a little emotional because we are going to hand over our kids to new academy, new curriculum. May Allah Almighty bless all our children. Before joining Heavens, I was a teacher at CBC curriculum, but my experience at Heavens School entirely different because of love to parents, kids, and new curriculum. Here the children share everything with us, their worries, happiness. Sometimes they complain about their parents and their siblings, and together we solve all these things. Alhamdulillah. Really wonderful. One thing that I have always seen in my mind with the child's thirst for knowledge. They were never tired of learning. One after another, they always wanted to know something new. And their curiosity truly inspired us as a teacher. We have 27 outgoing students and all of them have completed their Khatam al-Quran. Alhamdulillah. This 3-year journey has been very successful, deeply rewarding. May Allah bless our children and their family abundantly. I'm taking this opportunity to thank all dear parents, management committee members, and colleagues for your great support, cooperation, encouragement. For this experience makes me truly memorable and success. Thank you so much. Assalamu alaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Respected Chief Guest, Chairman, Principal, dignitaries, parents, and my dear little stars. Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillah.
As Heaven's Preschool Salala proudly completes 10th academic year, we stand here today filled with gratitude. Our sincere gratitude to our chief guest, Dr. Abdurrauf Ahmed Ismail. Thank you, sir. Thank you so much for your esteemed presence and officially inaugurating this ceremony. Our chairman, Mr. Shafkat Ali Master, we thank you for presiding over this program and for continued leadership at the Ideal Education Center. Our principal, Mr. Shamir B.S., thank you for your warm welcome and for steering this institution towards excellence. I also wish to extend our deep appreciation to Mr. Nasser Pengatur, social worker, Salala, Mr. Siyad, our PTA President, AMI Salala, Mr. Musab Jamal, Indian School Management Committee member, Mr. Al-Amin Nuruddin sir, MD of Al-Akmal Training, the Management Committee Convener, Secretary, and members who have graced the stage today. I take this moment to wholeheartedly thank you, all of you. Our dedicated team, to our teachers and non-teaching staff, your tireless commitment in the backbone of today's success. Our parents and brothers and sisters, thank you for your unwavering trust in the Heavens family and for being here tonight to cheer on our children. To our graduates and little stars, you are the heart of this school. We pray that with the tawfiq of Allah subhanahu wa ta'ala, you reach the greatest heights as you move forward. Finally, a big thank you to my team, our dedicated teachers, our volunteers, technical and media team, and everyone who worked behind the scene to make this evening possible. I know we are all eagerly awaiting our little kids' performances. Let's keep our energy high and encourage our kids with our loudest applause. وَأَحْدَوَنَا الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ. Assalamu alaikum wa rahmatullahi wa barakatuh.